മക്കളെല്ലാം നല്ല നിലയിലെത്തണമെന്നും അവർ പഠനങ്ങളിൽ വിജയിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അച്ഛനും അമ്മയും. എന്നാൽ മക്കൾ നല്ല നിലയിലെത്തുമ്പോൾ ആ സന്തോഷം പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇന്ന് ഈ ലോകത്തില്ലെങ്കിലോ? അതുണ്ടാക്കുന്ന വേദന ചെറുതൊന്നുമല്ല. ഇപ്പോൾ അത്തരമൊരു നൊമ്പരക്കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. LLM പരീക്ഷയിൽ, അതായത് മാസ്റ്റർ ഇൻ ലോ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ മകൻ തൻ്റെ സന്തോഷം പങ്കിടാൻ അച്ഛനൊപ്പമില്ല എന്ന സങ്കടം പങ്കുവെക്കുകയാണ്. അതായത് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിൻ്റെ ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി നടത്തിയ LLM പരീക്ഷയിലാണ് 83% മാർക്കോടെ പ്രകാശ് ബാബു ഒന്നാം റാങ്ക് നേടിയിരിക്കുന്നത്. ക്രിമിനൽ ലോ 2022-24 ബാച്ചിലാണ് അദ്ദേഹം മികച്ച വിജയം സ്വന്തമാക്കിയത്. ഒന്നാമനായി പഠിച്ച് വളരണമെന്ന് അച്ഛൻ ഉപദേശിക്കുന്നതും പഠന വഴികളിൽ അദ്ദേഹം നൽകിയ പിന്തുണയും എല്ലാം പ്രകാശ് ബാബു തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. പ്രകാശ് ബാബുവിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: LLM ഫസ്റ്റ് റാങ്ക് ഞാൻ നേടിയച്ച, പക്ഷേ കാണാൻ നിങ്ങളില്ലല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് അതിരാവിലെ തന്നെ നാദാപുരം നരിപ്പറ്റ കൊയ്യാലിലെ അച്ഛൻ്റെ ചായപ്പീടികയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് കോളേജിൽ പോകാൻ ആവശ്യമായ പൈസ തരുമ്പോൾ അച്ഛൻ സങ്കടത്തോടെ പറഞ്ഞ വാക്ക് ഇക്കാലം അത്രയും മനസ്സിലുണ്ടായിരുന്നു: നല്ല മാർക്കുണ്ടായിട്ടും എനിക്ക് നിങ്ങൾ 6 പേരിൽ മറ്റ് 5 പേരെയും തുടർന്ന് പഠിപ്പിക്കാനായില്ല. നീയെങ്കിലും ഒന്നാമനായി പഠിച്ചു വളരണം. LLB പരീക്ഷയ്ക്ക് യൂണിവേഴ്സിറ്റി ടോപ്പർ സ്ഥാനം ഒരു മാർക്കിന് നഷ്ടപ്പെട്ട് സെക്കൻഡ് ടോപ്പർ ആയപ്പോൾ വലിയ സങ്കടമായിരുന്നു. SSLC മുതൽ ബിരുദാനന്തര ബിരുദം വരെ 2 ഡിഗ്രിയും 3 PGയും ഉൾപ്പെടെ എല്ലാത്തിലും ഫസ്റ്റ് ക്ലാസ് നേടാനായെങ്കിലും യൂണിവേഴ്സിറ്റി ഒന്നാം റാങ്ക് നേടാനായിരുന്നില്ല. ആ ഒന്നാം റാങ്ക് എന്ന സ്വപ്നവും ദൈവാനുഗ്രഹത്താൽ പൂവണിഞ്ഞിരിക്കുകയാണ്. 2022 പാർട്ടി എന്നെ കാസർഗോഡ് ജില്ലയിലെ പ്രഭാരിയായി ചുമതല ഏൽപ്പിക്കുന്നത്. ആ സമയത്താണ് മഞ്ചേശ്വരം ലോ കോളേജിൽ LLMന് ചേരുന്നത്. ഒരു ഭാഗത്ത് ക്ലാസും പഠനവും, മറുഭാഗത്ത് പാർട്ടി ഏൽപ്പിക്കുന്ന പ്രവർത്തനങ്ങളും, ഇതിനൊക്കെ പുറമെ എൻ്റെ കുടുംബവും. പിന്നീട് നടന്നത് ഞാനും ജീവിതവും ലക്ഷ്യബോധവും തമ്മിലുള്ള തുടർച്ചയായ ഏറ്റുമുട്ടലുകളായിരുന്നു. ഇതിനിടയിൽ പലരും എന്താണ് ചാനൽ ചർച്ചയിൽ കാണാത്തത്, ചില പരിപാടികളിൽ കാണാത്തത്, കല്യാണ വീട്ടിൽ സജീവമായി കണ്ടില്ലല്ലോ എന്നിങ്ങനെ പലപ്പോഴും ചോദിക്കുന്നു. ആകപ്പാടെ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലായിരുന്നെങ്കിലും പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും എൻ്റെ അസാന്നിധ്യമുണ്ടായത് ഈ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം നേടാൻ വേണ്ടിയായിരുന്നു. അതിനിടയിൽ 2ാം സെമസ്റ്ററിലും 3ാം സെമസ്റ്ററിലും യൂണിവേഴ്സിറ്റി ടോപ്പറിലെത്തിയത് കൂടുതൽ പ്രചോദനമായി. കാസർഗോഡുള്ള ദിവസം കോളേജിലെത്താൻ ബുദ്ധിമുട്ടില്ലെങ്കിലും കോഴിക്കോട് നിന്ന് പോകുന്ന ദിവസങ്ങളിൽ അതിരാവിലെ 4:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ കോളേജിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഇതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റിൽ ഇൻചാർജായി പാർട്ടി തീരുമാനിക്കുകയും ചെയ്തപ്പോൾ എല്ലാ പ്രതീക്ഷയും കൈവിട്ട പോലെയായിരുന്നു. കാരണം ആ സമയം ഫൈനൽ പരീക്ഷയുടെ സ്റ്റഡി ലീവും സബ്മിഷൻ ഉൾപ്പെടെയുള്ള അനുബന്ധ പ്രവർത്തനങ്ങളും ചെയ്തു തീർക്കേണ്ട സമയമായിരുന്നു. അതിരാവിലെ മുതൽ രാത്രി വൈകി വരെയുള്ള പ്രവർത്തനം കഴിഞ്ഞ് പല ദിവസങ്ങളിലും 3 മണിക്കൂറിൽ കൂടുതൽ കണ്ണടച്ചിരുന്നില്ല. 2 വർഷം കാറും പാർട്ടിയും ഓഫീസും ട്രെയിനറുമെല്ലാം എൻ്റെ ഇഷ്ടപ്പെട്ട പഠനമുറികളായി മാറിക്കഴിഞ്ഞിരുന്നു. അതിരാവിലെ മുതൽ രാത്രി വൈകി വരെയുള്ള പ്രവർത്തനം കഴിഞ്ഞ് പല ദിവസങ്ങളിലും 3 മണിക്കൂറിൽ കൂടുതൽ കണ്ണടച്ചിരുന്നില്ല. 2 വർഷം കാറും പാർട്ടി ഓഫീസും ട്രെയിനുമെല്ലാം എൻ്റെ ഇഷ്ടപ്പെട്ട പഠനമുറികളായി മാറിക്കഴിഞ്ഞിരുന്നു. ചുരുക്കത്തിൽ വിവരണാതീതമായ പോരാട്ടമായിരുന്നു 2022 മുതൽ 2024 ജൂൺ 21 വരെ. ഒടുവിൽ 4ാം സെമസ്റ്റർ റിസൾട്ട് കൂടി വന്നപ്പോൾ 83% മാർക്കോടെ അതിലും യൂണിവേഴ്സിറ്റി ടോപ്പറാകാൻ സാധിച്ചു. ഫലത്തിൽ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും ദൈവാനുഗ്രഹവും കൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ LLM ക്രിമിനൽ ലോ 2022-24 ബാച്ച് 1ാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. കുട്ടിക്കാലം മുതൽ ഈ ഘട്ടം വരെയും ഓരോ സ്വപ്നങ്ങളെയും ചിറകുമുളച്ച് വിദ്യാഭ്യാസ ജീവിതം ലക്ഷ്യത്തിലെത്തിച്ചത് ഓർത്തെടുക്കുമ്പോൾ ഹൃദയവും മനസ്സും വികാരം നിർഭരമാവുകയാണ്. ഇതുവരെയുള്ള യാത്രയിൽ തളർന്നു വീണു പോയിടത്തു നിന്നും ദൈവദൂതന്മാരെ പോലെ കൈത്താങ്ങായവർ ഒരുപാടാണ്. ഈ യാത്രയിൽ എനിക്ക് ലഭിച്ച പിന്തുണകൾക്കും പ്രോത്സാഹനങ്ങൾക്കും ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. കഴിഞ്ഞ 2 വർഷം ഞങ്ങൾക്ക് ലഭിച്ച മാർഗനിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ഷീന ഷുക്കൂർ, കോളേജിലെ അധ്യാപകർ, ഇവർ തന്ന പ്രോത്സാഹനങ്ങൾ വളരെ വലുതായിരുന്നു. എൻ്റെ പ്രിയതമ ഡോക്ടർ ഭാഗ്യശ്രീ, സഹപാഠികൾ, പ്രത്യേകിച്ച് ഹരീന്ദ്രൻ ആർ, സുഹൃത്തുക്കൾ, ഇവരുടെയൊക്കെ പിന്തുണ വളരെ വലുതായിരുന്നു. പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ, സംഘടനാ സെക്രട്ടറി ശ്രീ സുഭാഷ് ജി, മുൻ സംഘടനാ സെക്രട്ടറി ശ്രീ ഗണേഷ് ജി, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ശ്രീ രവീഷ് തന്ത്രിക്കുണ്ടാർ, പ്രിയ സുഹൃത്ത് അശ്വതി ഉൾപ്പെടെ സഹായിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നെടുത്ത വാക്കുകൾ കൊണ്ട് നന്ദി അറിയിക്കുകയാണ്. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീവ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.